ഹായ് ഓൾ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. റേസ് എഡ്യൂക്കേഷനിൽ നിന്ന് നിങ്ങളുടെ ആസിം സാറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയായിട്ട് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് വന്നു. നിങ്ങളെല്ലാവരും ഇനി വെയിറ്റ് ചെയ്യുന്നത് കേരള റാങ്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 25-ൻ്റെ ഒരു ഹിസ്റ്ററി, അതായത് കഴിഞ്ഞ വർഷത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് വന്നതിന് ശേഷം ഒരു 1 മന്തിന് ശേഷമാണ് നമ്മളെ കേരള റാങ്ക് വന്നിട്ടുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം അത്തരത്തിലുള്ള ലോങ് ഡിലേസ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം റീനീറ്റ് ആയിരുന്നു. എക്സാം തന്നെ വൈകിട്ടാണ് കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് കാര്യത്തിലൊന്നും അധികമായിട്ടുള്ള ഡിലേ വരാനുള്ള ചാൻസ് ഇല്ല. എല്ലാവരും അപ്പോൾ കേരള റാങ്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരള റാങ്ക് വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് റാങ്ക് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ കേരള റാങ്ക് വരുന്നതിന് മുൻപായിട്ട് CEE പോർട്ടലിൽ നിങ്ങളുടെ സ്കോർ അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്കോർ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കേരള റാങ്ക് പബ്ലിഷ് ചെയ്യൽ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഡിലേ എന്ന് പറഞ്ഞാൽ ഏകദേശം സ്കോർ അപ്ലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നതിന് വിത്തിൻ ഒരു 1 വീക്ക് ഇറ്റ് സെൽഫ് നിങ്ങളുടെ കേരള റാങ്കും വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡിലേ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ മുൻപായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, നീറ്റിൻ്റെ സ്കോർ കാർഡ്, അത് രണ്ടും നിങ്ങൾ റെഡിയാക്കി വെക്കണം. കൂടെ തന്നെ 10th-ൻ്റെയും +2-ൻ്റെയും സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് നമ്മുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, അതും നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഇനി കാറ്റഗറി റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ കൂടെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അതും കൂടി നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് വേണം. കൂടെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതാണ്. അടുത്തത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി എവിടെയായിരിക്കും നിങ്ങളുടെ കേരള റാങ്ക് വരാൻ ചാൻസ് എന്നുള്ളതിൻ്റെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ വീഡിയോസിലൂടെയും അല്ലാതെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജുകൾ ഏതൊക്കെയാണ്, നിങ്ങൾ ഏത് കോട്ടയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ചാൻസ്, പ്രൈവറ്റിലാണോ, ഡീംഡിലാണോ, അല്ലെങ്കിൽ അത് കേരള ഗവൺമെൻറ്റിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് വെക്കുക. കൂടെ തന്നെ കിട്ടാൻ ചാൻസസ് ഉള്ള കോളേജുകൾ, ഇപ്പോൾ ലാസ്റ്റിലേക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അധികമായിട്ട്, അതായത് റാങ്ക് എഡ്ജിലേക്ക് വരുന്ന ഒരു 1000 ആ റേഞ്ചിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അധികമായിട്ട് ചാൻസ് പാലക്കാട്, നമ്മുടെ അതുപോലെ തന്നെ കാസർഗോഡ്, വയനാട് പോലുള്ള കുറച്ച് കോളേജസിലൊക്കെ ആയിരിക്കും കിട്ടാൻ ചാൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള കോളേജുകൾ ഏതാണ്, നിങ്ങൾക്ക് പോയി വരാൻ, നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാമ്പസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ കൗൺസിലിംഗ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് കോളേജസ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള കോളേജസ് ഒക്കെ ആണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഡിസ്ട്രിക്റ്റിലുള്ള കോളേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം. ക്യാമ്പസും കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കി വെക്കാനുള്ള ഒരു സമയമാണ്. അപ്പം അധിക കുട്ടികളും ഈ ഒരു സമയത്ത് നിങ്ങൾ വെറുതെ നിന്ന് ഇനി റാങ്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങളാവാം എന്ന് പറഞ്ഞൊരു മട്ടിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഈ ഒരു ടൈം മാക്സിമം നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അതുപോലെ വേണ്ട ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കാനും വേണ്ടി യൂസ് ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് മിനിറ്റിലേക്ക് വരുന്ന റഷ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതലായിട്ടുള്ള എൻട്രൻസിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഇനി ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എൻട്രൻസ് റിലേറ്റഡ് ന്യൂസും ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നും മിസ് ഔട്ട് ചെയ്യാതെക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്ത് ചെയ്തതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.